ഒരാളെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം. അംർ ബിനു സാബിത്ത് ബിനു വഖീസ് അല്ല, അംർ ബിനു സാബിത്ത് ബിനു അഖയസ്. ഏതായാലും അംർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം പലിശക്ക് കടം കൊടുത്തിരുന്ന ഒരാളാണ്. അദ്ദേഹം ഇസ്ലാമിൻ്റെ എതിർപക്ഷത്താണ് ഉഹദ് യുദ്ധത്തിൽ ഹാജരായത്. ഉഹദ് യുദ്ധത്തിൽ അദ്ദേഹം ഇസ്ലാമിൽ ആകൃഷ്ടനായി. അതിൻ്റെ മുമ്പേ ഇസ്ലാമിനോട് അദ്ദേഹത്തിന് ഒരു ചായ്വ് ഉണ്ടായിരുന്നു മാനസികമായി. എന്നാലും ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്തത് അദ്ദേഹം ഇസ്ലാമിൻ്റെ എതിർപക്ഷത്താണ്. അല്ലാഹു തആല ഉഹദ് യുദ്ധം നടന്നുകൊണ്ടിരിക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ഇസ്ലാമിൻ്റെ ആകർഷണീയ ശക്തി അധികരിപ്പിച്ചു കൊടുക്കുകയും പെട്ടെന്ന് അദ്ദേഹം മുസ്ലിമാവുകയും ചെയ്തു. അദ്ദേഹം ഒരു സ്വഹാബി വര്യനായി മാറി. അംർ ബിനു സാബിത്ത് ബിനു അഖയസ്, അംർ ബിനു സാബിത്ത് ബിനു വഖീസ്. രണ്ടഭിപ്രായമാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ളത്. അദ്ദേഹം ഉഹദ് യുദ്ധത്തിൽ വെച്ച് മുസ്ലിമാവുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പക്ഷത്തിലേക്ക് മാറി എതിർപക്ഷത്തോട് യുദ്ധം ചെയ്യുകയും ചെയ്തു. നിമിഷ നേരങ്ങളെ കൊണ്ട് ശത്രുക്കളുടെ പടവാളിന് ഇരയാവുകയും അദ്ദേഹം ഷഹീദാവുകയും ചെയ്തു. ഇദ്ദേഹമാണ് ഒരു വഖത്ത് പോലും നമസ്കരിക്കാൻ സമയം കിട്ടാത്ത വിധം സ്വർഗത്തിൽ പ്രവേശിച്ച ആൾ. അദ്ദേഹത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഹുവ ഫിൽ ജന്ന എന്നാണ്. അദ്ദേഹം സ്വർഗാവകാശിയാണ് എന്ന്. ഇദ്ദേഹത്തെക്കുറിച്ചായിരുന്നു എൻ്റെ ഈ ചാനലിലെ ആദ്യത്തെ ചോദ്യമുണ്ടായിരുന്നത്. ആരാണ് ഒരു വഖത്ത് പോലും നമസ്കരിക്കാതെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഭാഗ്യം ലഭിച്ച ആ മനുഷ്യനെന്ന്? ആ മനുഷ്യനെയാണ് ഞാൻ നിങ്ങൾക്ക് ലഘുവായി ഒന്ന് പരിചയപ്പെടുത്തിയത്. പ്ലീസ് follow me.